എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലുള്ളത്. കൊടൈക്കനാലിന്റെ 3-ാം ദിവസമാണ് നമ്മൾ പേടിയുള്ളത്. അതും പൂമ്പാറയിലാണ് ഉള്ളത്. ഇവിടെ അടിപൊളി സ്റ്റേ ആണ് കേട്ടോ. എന്താല്ലേ, ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ആയി ഇവിടെ കഴിഞ്ഞ വീഡിയോ എടുക്കുന്നത്. അപ്പൊ കാണത്തിൽ പോയി കാണാം. ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അടിപൊളി സെറ്റപ്പ് ഒക്കെ അടിപൊളിയല്ലേ. ബഡ്ജറ്റ് അത്രേ ഉള്ളൂ. അതെ, നമുക്ക് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര ഒരു വ്യൂ പക്ഷെ ബാക്കിയുള്ളടത്തൊന്നും കിട്ടില്ല. കണ്ടോ ഫുൾ 360 നമ്മളിതാ ഇങ്ങനെ ഇവിടെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. രാവിലെ ഒക്കെ സൺറൈസ് ഒക്കെ കാണുമെങ്കിൽ മോനെ വേറെ ലെവൽ തന്നെയാണ്. കോട ഇങ്ങനെ കോട വരുന്നുണ്ട്. ഇവിടെയുള്ള വേറെ ഡോം നോക്കിയാലും ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് തന്നെയാണ്. എന്താ പറയാ, ഈ എഡ്ജിലേക്കായി നിൽക്കുക. ഇങ്ങനെ ഒരു വ്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് വേറെ ഇല്ല. അപ്പൊ ഞാൻ നമ്പർ കൊടുക്കാം. വരെ പൂമ്പാറയിലാണ് സ്ഥലം വരുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങാണ്. നമ്മൾ നേരെ കൊടൈക്കനാലിൽ പോകുന്നത്. ഇനിയിപ്പോ ഇവിടെ രാവിലെ 10 മണിക്ക് ബസ് ഉണ്ട്. അതിന് പോകണം. അതിന് മുന്നേ ചായ കുടിക്കണം. കുറെ ടൈം ഉണ്ട്. കോട അവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്നാ നമുക്ക് ഇറങ്ങാം. കണ്ടോ, നമ്മൾ ഇവിടെ മുകളിലൊരു ഇറങ്ങി വന്നാട്ടോ. ഇനിയിപ്പോൾ നേരെ താഴോട്ടേക്ക് അവിടേക്കാണ് ഫുള്ള് കയറ്റി കൃഷിപ്പാടങ്ങളാണ്. നമ്മൾ പൂപ്പാറ ഗ്രാമത്തിൻ്റെ ഉള്ളിലാട്ടോ. അത് ചെറിയൊരു ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇത് പൂപ്പാറ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാട്ടോ നമ്മൾ. എന്തായാലും ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? പൊളിച്ച സ്ഥലം. ഏതാല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാനോട് പറഞ്ഞല്ലോ, എനിക്ക് ഈ ബാലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോ കറക്റ്റ് ബാലി പോലെയാ തോന്നിയത്. ഏതായാലും താഴെയൊക്കെ നോക്ക്, ഫുള്ള് തട്ട് വിരിച്ചിട്ട് ഫുള്ള് ക്യാരറ്റ് കൃഷി വന്നല്ലേ. ക്യാരറ്റും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരെ പോവാനി. ഇനിയിപ്പോ 10 മണീന്റെ ബസ് കയറി കൊടൈക്കനാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കാം. പോയി നോക്കാം. സമയം ഉണ്ടാവില്ലേ. നമ്മളിപ്പോ തിരിച്ചു പോയിക്കൊണ്ട് നിൽക്കാണ്. നമ്മളെ മെയിൻ യൂട്യൂബർ അതവിടെ ഫോട്ടോഗ്രാഫിയാണ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. വലിയ ഫോട്ടോഗ്രാഫറാന്ന് വിചാരം. ഞങ്ങള് പാവങ്ങളില്ലേ, അതിങ്ങനെ രണ്ട് മണ്ടന്മാർ പോകുന്നു. വലിയമാര് പോകുന്നു. ഏതൊരു സ്ഥലം നോക്ക്. ആൾക്കാരായിട്ട് നമ്മള് അധികം മിങ്കിളൊന്നും ചെയ്തില്ലെങ്കിലും അല്ലേ, അവിടെ ഉള്ളി കൃഷി കേട്ടോ. ഉള്ളി അവിടെ ഇടയ്ക്കൊക്കെ കടുകൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളി നട്ടുവെച്ചാ. ഒരു കാലത്ത് ഉള്ളി തുടക്കം കുറച്ചായത് എല്ലാം ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഈ ക്യാരറ്റ് കൃഷിയൊക്കെ, ക്യാരറ്റൊക്കെ ഇതിന്റെ ബാക്കില് കഴുകാൻ കൊണ്ടുവരുന്ന കുളം ഉണ്ട് എന്നാ പറഞ്ഞത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് കഴിക്കാനാണെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാനാണെങ്കിലും പറ്റുന്ന പറഞ്ഞത്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കല്ലേ. ബസ് എപ്പോഴാന്ന് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യം. നമുക്ക് എന്താ വെച്ചാലേ ലേറ്റ് ആയാലും പ്രശ്നമാണ്. കാരണം ഇനി കൊടൈക്കനാൽ വരും. കൊടൈക്കനാൽ നമുക്ക് പഴനിക്ക് പോയിട്ട് പോകണം. അവിടെ നിന്ന് പാലക്കാടേക്ക് പോയി. അതെ, കൊതുകടി കുറെ. പഴനിന്ന് 6 മണിക്കോട്ടോ പാലക്കാടേക്ക് അമൃത എക്സ്പ്രസ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളപ്പോൾ അങ്ങനെ പൂപ്പാറ ടൗണിലെത്തിട്ടോ. ഇനി ബസ് 5 മിനിറ്റ് വരുന്ന പറഞ്ഞത്. ഇവിടെ ഒരു ഫേമസ് ആയ മുരുകൻ കോവിലുണ്ട്. ഇനി കുലന്തേവ വേലപ്പൻ കോവിൽ, പൂപ്പാറുള്ള കോവിലാട്ടോ. ഈ പേര് പറയാൻ തെറ്റിനെ ക്ഷമിക്കണം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴനിയുടെ ഒക്കെ ബാക്കിയാണ്. അവിടെ വരുന്ന എന്താണ്, അവിടെ നവഭാഷാണ ശരിയാണ്. അതിനെക്കാട്ടും എന്തൊക്കെയോ വ്യത്യാസമുണ്ട് ഇവിടെ. അവരെ ഇനി പറഞ്ഞു വിട്ടു, അവർ പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ പഴനിമല കാണാം. നമ്മളിരിക്കുന്ന സ്റ്റേ നോക്കിയാൽ പഴനിമല കാണാം. അത്ര അടുത്തിനാണ് ഈ കോവിൽ വരുന്നത്. മഴ പൊടിയുണ്ടോ? 4 പൊടിയുണ്ട്. അപ്പൊ നമ്മുടെ ബസ് വന്നു കേട്ടോ. കൊടൈക്കനാലിലേക്കുള്ള ബസ്സാണ്. നല്ല തിരക്കുണ്ടാവും. ബസ് വരുന്നതിന് മുന്നേ ഞങ്ങൾ ചാടി കയറിട്ടോ. ഇപ്പൊ ആളൊക്കെ കയറും ഫുള്ളായിട്ട്. വെറുതെ ചാടി കയറി. കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ സീറ്റ് ഇട്ടില്ലേ, ഒരുമിച്ച് 3 സീറ്റ് കിട്ടി. അപ്പൊ ഇനി അടുത്തത് ഇവിടെ നേരെ കൈകാട്ടിയോ, കൈകാട്ടി തന്നെ സ്ഥലം അടുത്ത ജംഗ്ഷൻ വരുന്നത്. ആ മെയിൻ റൂട്ടായ നമുക്ക് കൂക്കാൽ മറ്റേ ഇവിടേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പോവാ. ഒരു കയറ്റാണ് ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക്. അവിടെ ചായ കുടിക്കാൻ നിർത്തിയാണേ. പൂമ്പാറ 1.5 കിലോമീറ്റർ. അവിടെ നമുക്ക് ചായ കുടിക്കാം. ഇവിടെ നേരത്തെ കയ്യൊക്കെ ഇരുന്ന് ഇവിടെ ബസ് നിർത്തിയതാപ്പോ കഴിക്കാൻ, ചായ കുടിക്കാൻ വേണ്ടി. നോക്ക് ഇവിടെ നല്ല വ്യൂ നോക്ക്. ഇവിടെയൊക്കെ കൃഷി സ്ഥലം തന്നെയാണ്. എന്താ ഇഡലി പറഞ്ഞില്ല, ആളൊന്നുമില്ല. അപ്പതാ ഇഡലി തീർന്നു പോയി. ഇവര് മാത്രം 4 കിട്ടിയില്ലേ. എന്താ ഭാഗ്യം. ഞങ്ങൾക്ക് 2 കിട്ടുള്ളൂ. ദോശ പറഞ്ഞില്ലേ, കല്ല് ദോശ പറഞ്ഞു കേട്ടോ. നല്ല സാമ്പാർ, അടിപൊളി സാമ്പാറും ദോശ കേട്ടോ. ദോശയല്ല, സോറി, ദോശ വരാണ്ട്. ഇവിടെ നമ്മള് തമിഴ്നാട് ഫുഡ് കുറച്ച് ബോറാണ്. പക്ഷെ ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്.
വെള്ളം മേലെന്ന് വരുന്ന വെള്ളം കേട്ടോ. അടുത്ത വെള്ളം പൈപ്പൊന്നുമില്ല, മലയിലെ പോകുന്ന വെള്ളമാണ്. അപ്പൊ അതങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിട്ടോ. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? സൂപ്പർ. ചായ അല്ല, ചായ കുടിച്ചില്ല. ഇഡ്ഡലിയും ദോശയും. ദോശയല്ല എന്നെങ്ങാണ്ട്. അടിപൊളി അടിപൊളി. ഇഡ്ഡലി സൂപ്പർ, കറിയും സൂപ്പർ, സാമ്പാറും ചട്നിയും അടിപൊളി. അപ്പൊ അങ്ങനെ നമ്മൾ അരമണിക്കൂറോട് കൊടൈക്കനാൽ എത്തിട്ടോ. കൊടൈക്കനാലിൽ ബസ് സ്റ്റാൻഡിലേക്കാണ് വണ്ടി പോകുന്നത്. വർക്കിംഗ് ഡേ ആനെക്കൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ ഒന്ന്. അപ്പൊ അതങ്ങനെ ഇപ്പൊ നമ്മളാ കൊടൈക്കനാൽ സ്റ്റാൻഡിലേക്ക് കയറി കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് പഴനി ബസ് നോക്കണം. പഴനി ബസ് ഇപ്പൊ ഉണ്ടെങ്കിൽ ഇതിൽ കയറും, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഇവിടെ കറങ്ങും. നോക്കാം. ഇവിടുന്ന് എന്തായാലും ഒരു 3-3.5 മണിക്കൂർ പഴനിയിലേക്ക് ഉണ്ട്, ദൂരമുണ്ട്. വേണ്ടിട്ട് സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് 10 രൂപ അല്ലേ? 29, 30, 31. ഇപ്പൊ 1-ാം നമ്പർ കൗണ്ടറിൽ, കൊടൈക്കനാലിലെ 1-ാം നമ്പർ കൗണ്ടറിൽ അവിടെ വന്നിട്ട് അതിനുള്ളിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം, ടോക്കൺ എടുക്കണം. 12 മണിക്കാണ് ബസ്, അടുത്ത ബസ് അല്ലേ? 12 ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ 1, 2, 2:30, 3 നടത്താൻ പറ്റും. അപ്പൊ ഇനി നേരെ പഴനിയിലേക്ക് കേട്ടോ. കൊടൈക്കനാൽ വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി ഇവിടെ ഷോപ്പിലേ വന്നാട്ടോ. ഒരു നിന്ന് വാങ്ങുന്നുണ്ട്, പോയി നോക്കാം. അവിടെ ഹോട്ട് ചോക്ലേറ്റ്. ഞങ്ങൾ അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് തോന്നുള്ളത് ഇതാണ്. ചോക്ലേറ്റ് മധുരം കുറച്ച് കൂടുതലുണ്ടോ? പക്ഷെ എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല. ഈ ഇതിനെ മുന്നേ കഴിച്ചത് ഇല്ല. ഞാനായിരിക്കാം. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ ഹൈലൈറ്റ് മാളിലും ഇവിടെയൊക്കെ. വരുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തില്ലേ? ഒരു കപ്പിന് 100 രൂപയുള്ളൂ. അപ്പൊ ഒരു കപ്പ് വാങ്ങിയാൽ നമുക്ക് 3-4 ആൾക്കാർക്ക് കഴിച്ചു നോക്കാമല്ലോ. ടേസ്റ്റ് അറിയാലോ. കൊടൈക്കനാൽ വന്ന അടുത്ത ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് പാസ്ട്രി കോർണർ. ഫ്രഷ് ക്രീം കൊണ്ടല്ലേ? ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്ന കേക്ക് നല്ല തിരക്കാണ്. ടേസ്റ്റ് നോക്കാം. അപ്പൊ നമ്മളതാ കേക്ക് വരുന്നുണ്ട്. പല ടൈപ്പ് കേക്ക് ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഉണ്ട്. നമ്മള് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ 3 പീസ് വാങ്ങി, ഒരു പീസിന് 40 രൂപ വരുന്നുള്ളൂ. ഫ്രഷ് കേക്ക് അവിടെ ഇപ്പൊ ലൈവായിട്ട് ഉണ്ടാക്കുക ചെയ്യാം. ഓ, ഇവിടെ ഫ്രഷ് ബ്ലാക്ക് ഫോറസ്റ്റ് യെല്ലോ കളർ ആണല്ലോ. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇത്ര വലിയ പീസാലേ? എടുത്തോ. നല്ല എങ്ങനെയുണ്ട്? ഓവർ മധുരം കാര്യങ്ങളൊന്നും ഇല്ല, ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം എത്ര പീസിന് റേറ്റ് വരുന്നത്? 40 രൂപ. 40 രൂപേന്റെ കേക്ക്. പക്ഷെ അത്യാവശ്യം സാധനം ഉണ്ട്. ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ, തിരക്ക്. ബാക്കിൽ നോക്കിയാറേ നല്ല ഫേമസ് ആയി സ്ഥലം. പാസ്ട്രി കോർണർ എന്നാ പേര്. അതുപോലെ ഇവിടെ വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. വേറെ നമുക്ക് സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഫേമസ് ടീ, നല്ല ടീയും കിട്ടും. കൊടൈക്കനാൽ വരുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യണം. ഇത് രണ്ടും, ഒന്ന് ഹോട്ട് ചോക്ലേറ്റും അതുപോലെ കേക്ക് കിട്ടോ. അപ്പൊ ഇതാട്ടോ പഴനി ബസ്. ഇനി എന്തായാലും നമുക്ക് പഴനിക്ക് പോവാം. ഇവിടെ നേരെ പളനി ബസ് അങ്ങനെ ഇപ്പൊ എടുത്തിട്ടോ, കൊടൈക്കനാലിന് എടുത്ത്. അപ്പൊ ഇനി നേരെ പളനി പോകുന്ന വഴി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അതെ, നമ്മൾ കറക്റ്റ് ടൈമിന് എടുത്ത് കേട്ടോ. ജസ്റ്റ് മിസ്, കുറച്ച് ഒരു കേക്ക് കൂടെ നിന്നുണ്ടെങ്കിൽ ബസ് പോയി സമയം വൈകി.
അങ്ങനെ ഇതാ നമ്മള് പഴനി സ്റ്റാൻഡിലാള്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഒന്നെങ്കിൽ 6 മണിക്കാണ് അമൃത ബസ് ഉള്ളത്. അമൃത ബസ് ഒന്നെങ്കിൽ 6 മണിക്കാണ് അമൃതയുള്ള ട്രെയിൻ, അതിന് പോകണം. എന്നിട്ട് പാലക്കാട് വരെ പോകണം. അല്ലെങ്കിൽ പിന്നെ പൊള്ളാച്ചിയോ പാലക്കാടൊക്കെ ബസ്സിന് പോകണം. ഇപ്പോൾ ബസ്സിന് പോയോ? പൊള്ളാച്ചിക്ക് ബസ്സിന് പോയോ കാര്യം? ഞങ്ങളപ്പോൾ അങ്ങനെ പഴനി സ്റ്റാൻഡിൽ നിന്ന് ഇപ്പം എന്തായാലും പൊള്ളാച്ചിയിൽ പോകാൻ. പൊള്ളാച്ചി പോയിട്ട് അവിടെ നിന്ന് പോവാച്ച് മറ്റേ 6 മണി വരെ അവിടെ പഴനിയിൽ നിൽക്കണം. 6 മണിക്കാണ് ആ ട്രെയിൻ ഉള്ളത്. പൊള്ളാച്ചി ബസ്സിട്ട് നോക്കും അല്ലേ? പൊള്ളാച്ചി ബസ്സിട്ടെങ്കിൽ പൊള്ളാച്ചി കയറും, അല്ലെങ്കിൽ കുറച്ചേരം ഇവിടെ കറങ്ങും. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ നമ്മൾ പഴനി നേരെ പൊള്ളാച്ചിയിലേക്ക് പോകട്ടോ. ഈ പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ പാലക്കാടേക്ക് പോയിട്ടാണ് പോകുന്നത്. പിന്നെ മറ്റേ 6 മണി വരെ ഇവിടെ പഴനിയിൽ നിൽക്കണം. നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും ബസ് കയറി ഇരുന്നിട്ട് ഇനിയിപ്പോൾ പൊള്ളാച്ചിയത്തെ കാഴ്ചകൾ കുറച്ച് കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ എത്തിട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചി നേരെ പാലക്കാട് വന്ന്. പാലക്കാട് നിന്ന് ട്രെയിൻ ഇല്ല. അവസാനം ഷൊർണൂർ വന്നപ്പോൾ ഷൊർണൂരാണല്ലോ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ വണ്ടി കഴിഞ്ഞു ജനശതാബ്ദി കയറിയിട്ട് നേരെ 10:30 ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കോഴിക്കോട് എത്തും. നാളെ പിന്നെ ചില വർക്കൊക്കെ ഉണ്ട്, അതാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അമൃതക്ക് വന്നാൽ കഴിഞ്ഞു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.